ഓസ്റ്റിൻ, ടെക്സാസ്. ടെക്സാസ് ഓസ്റ്റിനിലുള്ള ജോർജ് ടൗണിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടുന്ന് റാൻചോ സിയന്ന എന്ന് പറയുന്ന വില്ല പ്രോജക്റ്റിനകത്തോട്ടാണ് ഇപ്പം നമ്മൾ കയറി പോകുന്നത്. ഏതാണ്ട് നവംബർ തൊട്ട് അവിടെ തണുപ്പ് തുടങ്ങും. നവംബറിൽ നിന്നൊരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുവിധം തണുപ്പ് കുറഞ്ഞു വരുന്ന സമയമാണ്. മാർച്ച് ഏപ്രിൽ ടൈമിലാണ് ഇവിടെ ഇതുപോലെ തണുപ്പ് റീസണബിൾ ആയിട്ട് വരുന്നത് സമയം. നല്ല മഞ്ഞുള്ള ഒരു സമയമാണ്, അത്യാവശ്യം തണുപ്പുണ്ട്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഈ സമയത്ത് 6 ഡിഗ്രി ആയിരുന്നു. അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ മഞ്ഞുണ്ടായിരുന്നു. നല്ലൊരു കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ് ഇവിടെ. ഏകദേശം ഒരു 3000 വില്ലാസ് ഇതിനകത്തുണ്ട്, ഈ ഒരു കോംപ്ലക്സിനകത്ത്. ഇതിനകത്ത് തന്നെയുള്ള ഒരു ലേക്കാണിത്. അപ്പം ഈവനിങ്ങിലൊക്കെ അവിടെ വന്നിരിക്കാനും നല്ല ഒരു സുഖമുള്ള ക്ലൈമറ്റും ആയിരുന്നു. നല്ല തണുത്ത കാറ്റ്, നല്ല സുഖം ഇരിക്കാൻ. ഇന്ന് നമ്മള് ഇവിടുത്തെ വില്ലാസിന്റെ ഇടയിൽ കൂടെ ഒരു യാത്രയാണ്. അപ്പം ഇന്നിപ്പോൾ ആ ലേക്കിന്റെ അവിടെ വന്ന് കുറച്ചു നേരം ഇരുന്നു, കാറ്റ് കൊണ്ടു. ഞങ്ങൾ കുട്ടികളായിട്ട് കുറച്ചു നേരം അതിലേക്ക് വാക്ക് ചെയ്ത് എൻജോയ് ചെയ്തു. കുട്ടികളാണെങ്കിൽ അതിലെല്ലാം കളിച്ചു. നല്ല രസമായിരുന്നു. പിള്ളേർക്കൊക്കെ സൈക്കിൾ ചവിട്ടാനും കളിക്കാനൊക്കെ ഒത്തിരി സ്ഥലം ഉണ്ടാവും. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ആ ചുറ്റുമാണ് കാണിക്കുന്നത്. ഫിഷ് ചെയ്യുന്നതിൻ്റെ ഒരു ചുറ്റുപാടുമാണ്. ഫിഷ് ചെയ്യുന്ന ആ സ്ഥലമൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നല്ല ഭംഗി. നമ്മൾ അപ്പുറം ആ വഴി കാറൊക്കെ പോകുന്ന ആ റോഡിൽ കൂടെ നമുക്ക് നടന്നു വരാം. അതുമെല്ലാം ഇതിനകത്ത് തന്നെയുള്ള, ഈ പ്രോജക്റ്റിനകത്ത് തന്നെയുള്ള സ്ഥലങ്ങളാണ്. Who will dig the deepest hole? Who will dig the deepest hole? Me. Huh? Me. ഈ കാണുന്നത് ബ്ലൂ ബോണറ്റ് എന്ന് പറഞ്ഞൊരു ഫ്ലവർ ആണ്. ഇത് ടെക്സസിന്റെ ഒരു സ്റ്റേറ്റ് ഫ്ലവർ ആണ്. ടെക്സസ് മുഴുവൻ നമ്മൾ നടക്കുമ്പോൾ ഈ ഫ്ലവർ സൈഡിലെല്ലാം കൂട്ടമായിട്ട് ഈ കാണുന്നതിനേക്കാളും ഭയങ്കര തിക്കായിട്ട് പൂക്കളുണ്ടായിട്ട് നിൽക്കുന്നത് കാണാം. ഇവിടെ ഇപ്പം പൂവൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. നല്ല ഭംഗി ഇത് ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ റോഡ് സൈഡ് മുഴുവൻ പല വർണ്ണങ്ങളിലുള്ള പൂക്കള് നിറച്ചിങ്ങനെ നിൽക്കുന്നത് കാണാം. എന്ത് ഭംഗി ഇവിടെ ഒക്കെ കാണാൻ എന്നറിയോ. നല്ല രസമാണ്. അവിടെ നിന്നാൽ നമുക്ക് പോരാനേ തോന്നത്തില്ല. ഞങ്ങൾ ആ ചെന്ന സമയത്ത് നല്ല സുഖമുള്ള ക്ലൈമറ്റും കൂടി ആയതുകൊണ്ട് നമുക്ക് കുറേ നേരം അവിടെ ഇരിക്കാൻ തോന്നും. നടക്കാനാണെങ്കിലും ഭയങ്കര സുഖമായിരുന്നു. മോർണിംഗിലൊക്കെ നടക്കാനായിട്ടാണേലും നല്ല സൗകര്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ മിക്കവാറും ഒക്കെ നടക്കാൻ പോകുമായിരുന്നു. വാക്ക് വേ ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് ചെയ്തിരിക്കുന്ന കാണാൻ. മെയ് വരെ നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആണ്. മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും പതുക്കെ ചൂട് തുടങ്ങും. അവിടെ ചൂട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൂടാണ് അവിടുത്തെ. നമ്മുടെ ഒരു 40-41 ഡിഗ്രി ഒക്കെ വരെ ചൂട് വരും.
ഈ പൂക്കളെ പറയപ്പെടുന്നത് ബട്ടർ കപ്സ് എന്നാണ്. ഈ പിങ്ക് കളറിലുള്ള ഈ പൂക്കളെ അറിയപ്പെടുന്നത്. നല്ല ഭംഗി, അത് കൂട്ടത്തോടെ ഇങ്ങനെ നിൽക്കുന്നതാണ്. നമ്മൾ പോകുന്ന റോഡിന്റെ സൈഡിലും എല്ലാം ഇതുപോലെ പൂക്കൾ ധാരാളം ഉണ്ട്. ചെറി ബ്ലോസ് ആണ് ഈ ഫ്ലവർ എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഇങ്ങനെ നിറച്ച പൂക്കളാണ്. ആ പൂക്കൾ തന്നെയാണ് എന്ത് ഭംഗിയാ കാണാൻ. ഇത് കണ്ടോ, ഒരു പ്രത്യേക തരം കായാണ്. നല്ല ഭംഗിയാണ്. ആ ചെടി മുഴുവൻ ആ കായ ഉണ്ടായി നിൽക്കും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കോംപ്ലക്സ് കംപ്ലീറ്റ്, ഇവിടെ മാത്രമല്ല ഏത് റോഡ് ചെന്നാലും വെൽ മെയിൻറ്റെയിൻഡ് ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ. ഈ കോംപ്ലക്സിനകത്താണേലും എപ്പം നോക്കിയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അവിടുത്തെ റെസിഡൻസിൻ്റെ ഒരു രീതി വെച്ചിട്ട് നോക്കുമ്പം വേസ്റ്റൊന്നും വെളിയിലിടാറില്ല. എല്ലാം അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ട്. അത് ടൈമിൽ തന്നെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത് ഇത്ര നന്നായിട്ട് കിടക്കുന്നത്. ഇത് പെറ്റ്സിന്റെ ഒക്കെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലമാണ്. പെറ്റ്സിനെയൊക്കെ നടത്തിക്കൊണ്ട് വരുമ്പം അതിന്റെ വേസ്റ്റ് ഒക്കെ അത് വെക്കുവാണെങ്കിൽ അത് പ്ലാസ്റ്റിക് കവറും ഗ്ലൗസും എല്ലാം അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെയുള്ള ബോക്സിലേക്ക് ഇട്ടാൽ മതി. അത് അവർ വന്ന് ഇടയ്ക്കിടയ്ക്കെല്ലാം വന്ന് ക്ലീൻ ചെയ്യും. അതുകൊണ്ട് വേസ്റ്റ് വെളിയിൽ ഇടാൻ പാടില്ല. അത് എടുക്കുന്ന മെതേഡും ഒക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് ബാഗൊക്കെ അവർ വന്ന് റീഫിൽ ചെയ്യും. ഇതൊക്കെ നമ്മുടെ നാട്ടിലും വേണ്ടിയതായിരുന്നു. ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ഇതുപോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ പോക്കറ്റ്സില് കോവുകളെന്ന് പറയുന്നല്ലേ, കോവുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ ഫിഷിംഗ് പോണ്ടാണിത്. ചെറിയ ചെറിയ ലേക്കുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. അവിടെ നിന്ന് ആൾക്കാർ ഫിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവിടെ തന്നെ ഒരാൾ നിന്ന് ഫിഷിംഗ് ചൂണ്ടയിടുന്നു. ഇവിടെ ഫിഷിനെ പിടിച്ചാലും തിരിച്ച് അതിലോട്ട് തന്നെ ഇടും. അവരൊരു എൻജോയ്മെന്റിന് വേണ്ടി അങ്ങ് പിടിക്കുന്നതേ ഉള്ളൂ. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും അവർ വന്ന് ഇതുപോലെ വെച്ചിരിക്കുന്ന ബോക്സുകൾ, അത് ഗ്രീൻ ആൻഡ് ബ്ലൂ, ഗ്രീനിനകത്ത് ഫുഡ് വേസ്റ്റും ബ്ലൂ ബോക്സിനകത്ത് റീസൈക്ലിംഗ് ആയിട്ടുള്ള വേസ്റ്റുകളും. ഇത് വെള്ളിയാഴ്ച ദിവസം 2 ടൈമിൽ വന്ന് ഇതുപോലെ ഓരോ കമ്മ്യൂണിറ്റിയിലും വന്ന് അവരെടുക്കും. ഇവിടെ വെച്ചിരിക്കുന്ന ഫ്രൈഡേ ആണ്. മറ്റു കമ്മ്യൂണിറ്റികളിൽ വേറെ ദിവസങ്ങളായിരിക്കാം. എന്തായാലും ഈ സിസ്റ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ടാകാം ഇവിടുത്തെ റോഡുകളും വഴിയിലൊന്നും വേസ്റ്റ് ഇല്ല, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഈ വേസ്റ്റ് ബിന്നൊക്കെ എല്ലാവരും ഗാരേജിനകത്താണ് വെക്കുന്നത്. ഫ്രൈഡേസ് വേസ്റ്റ് എടുക്കാൻ വരുമ്പോഴാണ് രാവിലെ എല്ലാവരും വേസ്റ്റ് ബിന്നൊക്കെ വെളിയിലെടുത്ത് വയ്ക്കുന്നത്. അതിനുശേഷം വീണ്ടും ഗാരേജിനകത്തോട്ട് എടുത്തു വയ്ക്കും. ഈ പുറയിൽ നിൽക്കുന്ന ഈ മരം ഓക്ക് ട്രീ ആണ്. ഇത് ഞങ്ങൾ താമസിച്ച ബാക്ക് യാർഡാണ്. ഇപ്പം കാണുന്ന ആ മരം കണ്ടോ, ഒരു ഇല പോലും ഇല്ലാതെ. നമ്മൾ ഓർക്കും ഇത് ഉണങ്ങിപ്പോയതാന്ന്. പക്ഷേ ഈ സ്പ്രിംഗ് ടൈമിൽ ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ ഇനി ഇല വന്ന് നിറച്ച് പൂക്കളാകും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ടറിൽ ഏതാണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ്, മറ്റുള്ള അത്യാവശ്യം ഷോപ്പിംഗ് കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഉണ്ട്. ഒരു 5 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ മതിയാവും ഷോപ്പിംഗ് സെൻറ്ററിലൊക്കെ ചെല്ലാൻ. ഇതൊരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ കിട്ടുന്നതാണ്.
അപ്പം ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് മേടിക്കാറുണ്ട്. ഇത് HEB, ഇതൊരു ഹൈപ്പർ മാർക്കറ്റാണ്. മിക്കവാറും എല്ലാ പ്രോജക്റ്റിൻ്റെയും വില്ല പ്രോജക്റ്റിൻ്റെയും അടുത്ത് തന്നെയായിട്ട് ഈ HEB കാണും. നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് വളരെ അടുത്താണിത്. ഇതൊരു ചെയിനാണ് HEB എന്ന് പറയുന്ന, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇത് ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് വളരെ അടുത്ത് തന്നെയാണിത്. നമുക്കൊരു നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് നടന്ന് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാവരും തന്നെ കാറിലാണ് വരുന്നത്. ഈ വില്ലായ്ക്കകത്തെല്ലാം തന്നെ ആളുകളുണ്ട്. പക്ഷെ ആരെയും പുറത്തോട്ട് കാണുന്നില്ല. പിള്ളേരിവിടെ സൈക്കിളൊക്കെ ചവിട്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പം ഇന്ത്യൻസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. കുറേ പേര്, എനിക്കൊന്ന് 10-15 ഫാമിലി ഇന്ത്യൻസ് ഉണ്ട് ഇവിടെ. കൂടുതലും ആന്ധ്ര സൈഡിൽ നിന്നുള്ളവരാണ്, ഹൈദരാബാദ് സൈഡിൽ നിന്നൊക്കെ ഉള്ളവരാണ് കൂടുതൽ, IT-ലൊക്കെ വർക്ക് ചെയ്യുന്നവർ. പക്ഷേ നമ്മൾ വഴിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെയും കാണാൻ തന്നെ കിട്ടത്തില്ല. ഇതിപ്പോൾ നമ്മൾ വില്ല പ്രോജക്റ്റിൻ്റെ വെളിയിലോട്ട് പോവുകയാണ്. റൊണാൾഡ് റീഗൻ റോഡിലോട്ടാണ് ഈ വഴി ചെന്ന് മുട്ടുന്നത്. എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു ലാൻഡാണ്. ഇപ്പം താഴോട്ട് ഇറങ്ങി വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ ഒക്കെ കാണാനേ. നമ്മളിപ്പോൾ ചെന്ന് ഇറങ്ങി ചെല്ലുന്നത് റൊണാൾഡ് റീഗൻ റോഡ്. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് മറ്റൊരു വില്ല പ്രോജക്റ്റാണ്. നേരെ ഓപ്പോസിറ്റ് കാണുന്നത്. അപ്പോൾ ഇനി കൂടുതൽ അമേരിക്കൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.